വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അള്ളാഹുവിന്റെ റസൂലും ആ കാണുന്ന ബഹറും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ റസൂലും ഹിമാലയ പർവ്വതവും തമ്മിൽ ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ റസൂലും ഭൂമിയും തമ്മിൽ തീർച്ചയായും ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ റസൂലും ആകാശവും തമ്മിൽ ബന്ധമുണ്ട്. പരമാണു മുതൽ പരമാണ്ട കടാഹം വരെ നബിയുമായി ബന്ധമുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ. അതെങ്ങനെ? അത് നമുക്കറിയില്ല. ബാപ്പയായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാൻ കഴിയും. അതിൽ നിരീശ്വരവാദി ഇല്ല. ഇപ്പോഴത്തെ നിരീശ്വരവാദികളിൽ ഏകദേശം നിരീശ്വരവാദികൾക്കൊക്കെ മക്കളുണ്ട്. അത് അച്ഛനെ അവരും നിഷേധിക്കൂല, അവർ മക്കളെ നിഷേധിക്കൂല. അതേ സമയത്ത് അതെന്തുകൊണ്ട് അതിതാണ്. അതേ സമയത്ത് അവർക്ക് വിചിത്രമായി തോന്നാണ് ബന്ധം, കാണാത്തൊരു ബന്ധം. അതാണ് ഈമാന്. ബന്ധം കാണാത്ത ബന്ധത്തെ ഉൾക്കൊള്ളുക. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ബന്ധം കാണാത്തൊരു ബന്ധം, ബന്ധം കാണാത്ത ഒരു ബന്ധം, അതാ മുഅ്മിനീങ്ങൾ. അതിന്റെ ലാഭാണ് സ്വർഗം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്ത്. സർവ്വലോകങ്ങൾക്കും അങ്ങാണ് അനുഗ്രഹമായി ഭവിച്ചിട്ടുള്ളത്, എല്ലാവർക്കും. അതിനാലിന്നതെന്നില്ല, എല്ലാം 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 ഇതെന്നത് കാണിക്കേണ്ട ബാധ്യത എനിക്കില്ല. ഞാനത് ഖുർആനിലുണ്ടെന്ന് കാണിച്ചാൽ മതി. ഖുർആനിലുള്ളതിനെ മുഴുവനും കാണിക്കാൻ നമുക്ക് കഴിയില്ല. അതിനാണ് ഞാനൊരു ന്യായം കൊണ്ടുവന്നത്. എന്ത്? മൈക്ക് 2 സൈസ് ഉണ്ട്. ഇങ്ങനെയുള്ളതുകൊണ്ട് കോട്ട്ലെസ്സും ഉണ്ട്. ഇതിൽ നമുക്ക് ബന്ധം കാണിക്കാൻ കഴിയും, പക്ഷേ ബന്ധം കാണിക്കാൻ കഴിയില്ല. അത് പുതിയതായി ഇറങ്ങുന്ന സമയത്ത് അത് വിചിത്രമായ ആളുകൾക്ക് തോന്നും. എന്നത് വിചിത്രമായതില്ലാത്തത് അത് സർവ്വസാധാരണ ആയതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് ഫോണുണ്ട്. ആ ഫോണിന് മനസ്സിലായില്ലേ? ആ ഫോണിന്റെ മെയിൻ എവിടെയാണോ അതിന്റെ മെഷീൻ വെച്ചത് അതിലേക്കുള്ള, അതിന്റെ സെർവറിലേക്കുള്ള ഒരു ബന്ധം കാണിക്കാൻ കഴിയും. എന്തുകൊണ്ട്? അതിന്റെ വള്ളി അവിടുന്ന് വന്ന് 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 ടാപ്പിംഗ് നടത്തുന്നു എന്നാണ് വന്നത്. മനസ്സിലായോ? ആ പത്രം അച്ചടിച്ച് വന്നപ്പോൾ ഇത് ഞാൻ വായിക്കുക. അപ്പോൾ സമയത്ത് കുറേ ഞാനന്ന് ഗൾഫിലാണ്. അപ്പോൾ ഈ പത്രം കണ്ടുകൊണ്ട് കുറേ മിസ്രികൾ, സുഡാനികൾ, അറബികൾ ഒക്കെ ഈ ഫോട്ടോ നോക്കി വിചിത്രമായ അത്ഭുതങ്ങൾ, വിചിത്രമായി അത് വായിച്ചു. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് 2010 ആകുമ്പോഴത്തിന് ലോകത്ത് മുഴുവനും ഇത്തരം ഫോണുകൾ സാർവത്രികമാകും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? 2010 ആകുമ്പോഴത്തിന് ലോകത്ത് മുഴുവൻ ഇത്തരം ഫോണുകൾ സാർവത്രികമാകും എന്ന് ആ പത്രത്തിൽ അച്ചടിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? 1994 ഒരു അമേരിക്കൻ വനിത ഷോപ്പിങ്ങിനിടയിൽ മൊബൈൽ കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് സാധനങ്ങൾ ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കുന്ന രംഗമാണ്. ഷിർക്കുൽ ഔസത്ത് പത്രത്തിൽ വന്നത്. ഞാനത് കണ്ട ആളാണ്. അത് കണ്ടിട്ട് വിചിത്രമായ ഈ ഫോട്ടോ കണ്ട് കുറേ സുഡാനികൾ, മിസ്രികൾ, ഞങ്ങളെല്ലാവരും അതിൻ്റെ മേൽ കമൻ്റ് ചെയ്തു. വലിയ അത്ഭുതം അത്ഭുതം അത്ഭുതം. ആ പത്രത്തിൽ എഴുതിയിട്ട് ലോകത്തെ മുഴുവനും രാജ്യങ്ങളിൽ 2010 ആകുമ്പോഴത്തേന് ഇത്തരം ഫോണുകൾ നിലവിൽ വരും എന്ന്. അപ്പോൾ നമ്മളത് ചിന്തിക്കണം. അതൊരു വിചിത്രമായ സംഗതിയാണ്. എന്ത്? അതെങ്ങനെ കഴിയും? നമുക്കല്ല അത് വിചിത്രമായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതിന് ഒരു അലാഖത്തില്ല. ഇപ്പൊ ഇതിലൂടെ ഞാൻ എന്തായി പറയുന്നത് നിങ്ങൾ മറക്കരുതിട്ടാ. ഇവിടെ ഫോണ് പറയലല്ല എൻ്റെ ലക്ഷ്യം. നിങ്ങൾക്ക് ഞാൻ എന്തായി പറയുന്നത് മനസ്സിലാക്കണം. അപ്പം ഈ മൈക്കിലൂടെ ഞാൻ സംസാരിക്കുന്നത് ഉയർന്ന് കേൾക്കുന്നതിന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവ് കണ്ടെത്താൻ കഴിയും. എന്താണ് ആ വ്യക്തമായ തെളിവ്? സിൽക്ക്, ഈ ഒരു സിൽക്ക്, ഈ ഒരു വള്ളി, സിൽക്ക്, മനസ്സിലായില്ലേ? ഇതിനൊരു മർക്കസ് ഉണ്ടാവും. ആ മർക്കസിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു സിൽക്ക് ഉണ്ട്, ഒരു വള്ളിയുണ്ട്. 1995 ഞങ്ങളെ നാട്ടിൽ ഫോണില്ല. ഞങ്ങളെ ഗ്രാമത്തിൽ ഫോണില്ലാത്തത് കൊണ്ട് വാപ്പാക്ക് പല കാര്യങ്ങൾക്കും അത്യാവശ്യത്തിന് ബന്ധപ്പെടാൻ ഫോണ് വേണം. അങ്ങനെ OICയിൽ 30
30,000 ഉറുപ്പിക അന്ന് കിട്ടിയിട്ടാണ് ബാപ്പ വീട്ടിലേക്ക് ഫോൺ എടുത്തത്. ഈ ഫോണ് തന്നെ നമ്മൾ റബ്ബർ നാട്ടുകാരാണ്. അപ്പോൾ എവിടെയെങ്കിലും കാറ്റും മഴ അടിച്ചാൽ എന്താവും? പിന്നെ ഒരാഴ്ച വർക്ക് ചെയ്യും. ഇങ്ങനെ വന്ന് നന്നാക്കി പുരയ്യ. അവിടെ വർക്ക് ചെയ്യാത്ത ഓൾക്ക് വേഗം പറയാനും കഴിഞ്ഞു എന്താ വർക്ക് ചെയ്യാത്ത? ആ വർക്ക് ചെയ്യാത്ത പിന്നെ വള്ളി പൊട്ടി, മരം പോണു. അത് എന്തുകൊണ്ട്? ആ അലാക്കത്ത് ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം, ആ ഘടകം പൊട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ കാണപ്പെടുന്ന ഘടകമാണ്. ആ ഘടകം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഫോൺ വർക്ക് ചെയ്യൂല. എന്നാൽ മൊബൈൽ ഫോണും അതിൻ്റെ കേന്ദ്രവും തമ്മിൽ എന്ത് ബന്ധമാണ്? കാണപ്പെടുന്നതായുള്ളത്. മറ്റേ നിങ്ങൾ പറയല്ലേ എന്ത് അത് ടവറിൻ്റെ അടിയിലാണ്, മറ്റേതാണ്, മറിച്ചതാണ്, ഇതൊക്കെ അത് കാണപ്പെടുന്നില്ലല്ലോ. ഒരു സിൽക്ക് അതിൻ്റെ ഇടയിൽ ഇല്ലല്ലോ. അപ്പം 2 നിലക്കും വർക്കിങ് നടക്കും. ഒന്ന് കാണപ്പെടുന്ന ബന്ധമുണ്ടാകും, ഒന്ന് കാണപ്പെടാത്ത ബന്ധവുമാകാം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതിനാണ് ഈ വർത്താനൊക്കെ പറഞ്ഞത്. നീ ആകുന്ന റഹ്മത്തിൽ കാരണക്കാരൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ബന്ധം? കാണുന്നില്ല, പക്ഷെ ബന്ധമുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. നീ എന്ന റഹ്മത്ത് ഉണ്ടായത് നബിയെ കൊണ്ടാണ്. അതേ സമയത്ത് നീ എന്ന ഒരു റഹ്മത്തിനൊരു കാരണക്കാരൻ എൻ്റെ ബാപ്പയാണ്. ബാപ്പയിൽ സിൽക്കുണ്ട്, നബിയിൽ സിൽക്ക് കാണുന്നതില്ല. രണ്ടിലും സിൽക്കുണ്ട്, ഒരു ബന്ധമുണ്ട്. ഒരു ബന്ധം, റൂഹിയ ബന്ധം. അതൊരു ടവറാണ്, മെയിൻ ടവറാണ് മുഹമ്മദിയത്ത്. ആ ടവറിൽ നിന്നാണ് പിന്നുള്ള റൂഹൊക്കെ വരുന്നത്. അത് റൂഹിയ ബന്ധം. ഇനി മെറ്റീരിയലായിട്ടും ബന്ധം ഉണ്ടാവും, ഇല്ലാത്തൊന്നുമില്ല, അത് നമുക്ക് കാണിക്കാൻ കഴിയില്ല. നബിയോട് ബന്ധമില്ലാത്ത ഒന്നുമില്ല, കാണിക്കാൻ കഴിയില്ല. ഇപ്പം മനുഷ്യരായതുകൊണ്ടും നമുക്ക് ഇങ്ങനത്തെ ടവറുകളെ കുറിച്ച് ബോധമുള്ളത് കൊണ്ടുമാണല്ലോ ഇത് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ഒരു കുരങ്ങ് ടവറിനെ കുറിച്ച് അറിയില്ല, ഉറപ്പ്. നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ കുരങ്ങ് അത്ഭുതപ്പെടുമല്ലോ, ഇവർക്ക് എന്താ പിരാന്ത്? കുരങ്ങിന് എന്ത് വിവരമില്ല? കുട്ടി, കുരങ്ങിന് എന്ത് വിവരമില്ല? ഈ ടവറിനെ കുറിച്ച് വിവരമില്ലാത്ത, ടവറിനെ കുറിച്ച് വിവരമുള്ളത് കൊണ്ടാണല്ലോ, ടവറിനെ കുറിച്ച് വിവരം ഉണ്ടായത് കൊണ്ട് ഇതിട്ട് ടവറിന്റെ പരിധിയിലാണ് ഈ ഫോണ്, അതുകൊണ്ട് ഇതുകൊണ്ട് ഉപകരിക്കാൻ പറ്റും എന്ന വിവരം മനുഷ്യനുണ്ട്. ഈ വിവരം കുരങ്ങിനില്ല. അതിന് എക്സാമ്പിൾ കുരങ്ങിനില്ല. അപ്പോൾ മനുഷ്യൻ സംസാരിക്കുന്ന സമയത്ത് കുരങ്ങ് അന്തം വിടുകയാണ്. എന്ത് സംസാരം നടക്കുന്നത് ഉറപ്പാണ്, എന്നാൽ എന്താണ് കാരണം എന്നും കുരങ്ങിന് മനസ്സിലാവുന്നു ഇല്ല. അങ്ങനത്തെ ഒരു കുരങ്ങാണ് ഡോയിച്ച്. അവിടെ കുരങ്ങിൽ നിന്ന് മനുഷ്യത്തരത്തിലേക്ക് ഉയരുന്നത് മൊയ്തീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും തിജാനി തങ്ങളെ പോലത്തെ വലിയ മനുഷ്യന്മാരാണ്. അവർക്ക് ഈ ടവർ ആകുന്ന മുഹമ്മദ് എന്ന ടവറിൻ്റെ കീഴിലാണ് ഈ സൃഷ്ടികളെല്ലാം അവർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കുരങ്ങാണ്. അള്ളാന്റെ ഔലിയാക്കന്മാർക്കറിയാം മെയിൻ ടവർ മുഹമ്മദാണ്. എന്തിനും ഒരു പാറ ഉണ്ടാകണമെങ്കിൽ അതിന് കാരണം മുഹമ്മദ് മുസ്തഫയാണ്. ഒരു പർവ്വതം മുഹമ്മദ് മുസ്തഫയാണ്. എന്താ ബന്ധം അറിയൂല. നമ്മൾ കുരങ്ങായതുകൊണ്ട് അറിയില്ല. വർക്ക് നടക്കേണ്ടി എന്ന കാര്യം ഉറപ്പാണ്. ഈ സമുദ്രം ഉണ്ടാകാൻ കാരണം മുഹമ്മദ് മുസ്തഫയാണ്. ആകാശം ഉണ്ടാകാൻ കാരണം മുഹമ്മദ് മുസ്തഫയാണ്. അർശ് ഉണ്ടാകാൻ കാരണം മുഹമ്മദ് മുസ്തഫയാണ്. കുർസീന് കാരണം മുഹമ്മദ് മുസ്തഫയാണ്. ലോഹിന് കാരണം മുഹമ്മദ് മുസ്തഫയാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ മെയിൻ ടവറായത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖായത്. നബി അഷ്റഫുൽ ഖൽഖാണ്. അതാണ് മെയിൻ ടവറാണ് മുഹമ്മദ് മുസ്തഫ. അതിന് താഴെ എല്ലാം ഉള്ളൂ. അത് തിരിയുന്നവർക്ക് തിരിയും. നബിയാണ് മെയിൻ ടവർ എന്നും ആ മെയിൻ ടവറിനോട് ബന്ധമില്ലാത്ത ഒരു വസ്തുവും ഈ ലോകത്തില്ല എന്നുമുള്ള സത്യം, ആ സത്യം മനസ്സിലാവേണ്ട പറഞ്ഞത്. ആ സത്യം നബിയാണ് മെയിൻ ടവർ എന്നും ആ ടവറിനോട് ബന്ധമില്ലാത്ത ഒരു സാധനവും ലോകത്തില്ല എന്ന കാര്യം എന്താ പറയുക, അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിൻ്റെ കേന്ദ്രം എന്നും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അറിയും. അവർക്കത് അറിയും.
അതുകൊണ്ട് അവർ നബിയുടെ കാലിന്റെ ചോട്ട് ഇളകൂല. കുരങ്ങനെ സംബന്ധിച്ചിടത്തോളം 100 കാലം കുരങ്ങ് കൂടിയിട്ട് ഒരു ടവർ എറിഞ്ഞ് പൊളിക്കാൻ കുരങ്ങനൊരു മടി ഉണ്ടാവില്ല. മനുഷ്യനാ ടവർ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളെ മൊബൈൽ വർക്ക് ചെയ്യുന്നതെന്ന് അറിയും. ഇതാണ് സുന്നി വഹാബി തമ്മിൽ വ്യത്യാസം. സുന്നിക്ക് ഒന്നും അറിയില്ലെങ്കിലും നബി ഉണ്ടായതുകൊണ്ട് അതൊക്കെ ഉണ്ടായതെന്ന് അറിയും. അത് വഹാബിക്ക് അറിയില്ല. അപ്പൊ ആ മുഹമ്മദീയത്തിന്റെ ടവറിനോ എറിഞ്ഞു പൊളിക്കും. കാരണം അതിനൊരു പ്രത്യേകത അവൻ കാണുന്നില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇതാ മനസ്സിലാക്കേണ്ടത്. ഇതാണ് അടിസ്ഥാനം. അതാണ് അതുകൊണ്ട് ഈ ആളെപ്പോലെ നമുക്ക് ഉപകാരമുള്ള ഒരാളും ഇല്ല. അത് സത്യമാണ്. മാ അർസല റഹ്മാനു ഔ യുർസിലു മിൻ നിഅമത്തിൻ തസ്അദു ഔ തൻസിലു ഇല്ലാ വതാഹൽ മുസ്തഫ അബ്ദുഹു വാസ്തത്തുൻ ബൈനഹു വാസിതത്തുൻ എന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കീർ തങ്ങളുടെ കവിതയാണ്. ഈ ലോകത്ത് എന്തിലും നബി മധ്യവർത്തിയല്ലാത്ത ഒന്നുമില്ല. ഇറങ്ങിയിട്ടില്ല, കയറിയിട്ടില്ല. ഈ ലോകത്തൊന്നും ഉണ്ടായിട്ടില്ല. അതില്ലെങ്കിൽ നബി അഷ്റഫുൽ ഖൽഖ് ആവൂല. അതിനപ്പുറത്ത് വേറെ അഷ്റഫുൽ ഖൽഖ് ഉണ്ടാകും. നബിയോ ബാപ്പയോ? ബാപ്പ നമ്മൾക്ക് ഒരു കാരണമാണ്. ആ കാരണത്തെ നമുക്ക് കാണിക്കാനും കഴിയും. ബാപ്പ എന്ന ഉമ്മയെ കല്യാണം കഴിച്ച് നമ്മൾക്ക് അവർ രണ്ടിലൂടെ നമ്മൾ വന്നു എന്നത് ശരിക്ക് കാണിക്കാൻ കഴിയും. അതിൽ മുസ്ലിമില്ല, കാഫിറില്ല, ഈശ്വര വിശ്വാസമില്ല, നിരീശ്വരവാദില്ല. ഇപ്പൊ വള്ളിയുള്ള ഫോൺ വർക്ക് ചെയ്യുമെന്ന കാര്യത്തിൽ ആർക്കൊരു ഡൗട്ടില്ല. മറ്റൊരു വിചിത്രമാണ് ഒരു കാലത്ത്. ഇന്നിപ്പോ നമുക്ക് വിചിത്രമല്ലാത്ത സർവ്വസാധാരണ ആയതുകൊണ്ടാണ്. ഇന്ത്യൻ ടെലികോം വകുപ്പ് 995 കൊടുത്ത ഒരു പരസ്യം ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. 2010 ആകുമ്പോൾ 3 മിനിറ്റ് കൊണ്ടാണ് ഒരാൾക്ക് ഫോൺ കിട്ടുക. അതെനിക്ക് വിചിത്രമാകാൻ കാരണം എന്താ? നമ്മൾ ബാപ്പ 30,000 രൂപ ഓവൈസി കൊടുത്ത് കെട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്തു? പിന്നെ 3 മാസത്തിനുള്ളിൽ വലിച്ച് പെട്ടെന്ന് തരുമെന്ന് പറഞ്ഞ് പിന്നെയും നേരം വൈകി. ഇത് ഒന്നും വേണ്ട, 10 പൈസ കൊടുക്കാതെ 3 മിനിറ്റ് കൊണ്ട് ഒരാൾക്ക് കണക്ഷൻ കൊടുക്കും. അപ്പം നമ്മളത് അതൊക്കെ ഇല്ലാത്ത നോണയായിരിക്കും എന്ന് വിചാരിക്കും. ഇന്നത് സത്യമാണ്. ഇന്നിപ്പോൾ ഒരാൾക്ക് ഫോൺ കണക്ഷൻ കിട്ടാൻ 3 മിനിറ്റ് മതി. ഒരു കടയിൽ കയറുക, 1 മിനിറ്റ് കൊണ്ട് എന്ത് പറയാ? എനിക്ക് ഓൻ്റെ ഐഡൻറ്റിറ്റി കാണിച്ചു കൊടുക്കുക, എനിക്ക് ഫോൺ വേണം. അപ്പോൾ മറ്റേത് ഇന്നെടുത്ത് ഇടുക, കഴിഞ്ഞു. 1 മിനിറ്റ് അങ്ങോട്ട് പറയാൻ, 1 മിനിറ്റ് ഓൻ ആ സാധനം എടുക്കാൻ, 1 മിനിറ്റ് അത് ഫോണിൽ കയറ്റാൻ. 3 മിനിറ്റ് കൊണ്ട് എന്തായി? കണക്ഷനായി. 995 ടെലികോമിൻ്റെ ഈ പരസ്യം കണ്ടപ്പോൾ അതൊക്കെ പച്ച നുണയായിരിക്കും എന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ. ഇന്നത് സർവ്വസാധാരണയാണ്. ഇന്നിപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് അതൊരു വിചിത്രമല്ല. എന്തുകൊണ്ട്? അതിലേക്ക് അവർ പിറന്നു വീണ്. ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് അത് വിചിത്രമാണ്. ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണില്ല. എന്താ അതിൻ്റെയൊക്കെ അടിസ്ഥാനം മനസ്സിലാവണില്ല. പക്ഷെ അലാഖത്തുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ആ അലാഖത്ത് കാണാൻ കഴിയില്ല. അലാഖത്ത് എന്നാൽ ബന്ധം. അപ്പൊ ഹബീബായ നബിയും നമ്മളുടെ ബന്ധം എന്ത് കാണാൻ കഴിയില്ല. പക്ഷെ ബന്ധമുണ്ട് എന്ന കാര്യം ഖുർആൻ അംഗീകരിക്കുന്നവർ അംഗീകരിക്കണം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സകലർക്കും റഹ്മത്താണെന്ന്. അള്ളാഹുവിൽ 2 എണ്ണാണ് ഒരു അബ്ദുമായി ബന്ധപ്പെടുക, ഒരു സൃഷ്ടിയുമായി ബന്ധപ്പെടുക. ശരിക്കും ഇങ്ങോട്ട് കേൾക്ക് പുതിയൊരാശയം പറയാം. ഖാലിഖായ റബ്ബിൽ നിന്ന് മഖ്ലൂക്കിലേക്ക് 2 ബന്ധമേ ഉള്ളൂ. 2. ഒന്നിരിക്കൽ റഹ്മത്തിലൂടെ, അല്ലെങ്കിൽ നിഖ്മത്തിലൂടെ. ഒന്നിരിക്കൽ അത് അനുഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ അത് ശിക്ഷയായിരിക്കും. മൂന്നാമത്തൊന്നുമില്ല. അതായത് ഖാലിഖിൽ നിന്ന് മഖ്ലൂക്കിലേക്ക് 2 വഴിയാണ് കാര്യങ്ങൾ വിട്ടുകിടക്കുക. ഖാലിഖായ റബ്ബിൽ നിന്ന് ഒരു മഖ്ലൂക്കിലേക്ക് 2 വഴിയാണ് കാര്യങ്ങൾ വിട്ടുകിടക്കുക. ഒന്നിരിക്കൽ ആ മഖ്ലൂക്കിലേക്ക് വിട്ടുകിടക്കുന്നത് അനുഗ്രഹമായിരിക്കും, അല്ലെങ്കിലോ ശിക്ഷയായിരിക്കും. ഇനി മൂന്നാമത്തെ ഉണ്ടോ?
രണ്ടല്ലേ ഉള്ളൂ, ഇനി മൂന്നാമത്തെ എന്താ ഉള്ളത്? ഖാലിഖ്. ഈ ലോകത്തും നടക്കുന്നതെല്ലാം ഖാലിഖിൽ നിന്ന് വരുന്നതാണ്. വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല എന്ന് വിശ്വസിക്കാൻ നമുക്ക് നിർബന്ധമല്ലേ? അപ്പൊ ഖാലിഖ് അതെല്ലാം റബ്ബിൽ നിന്നുള്ളതാണല്ലോ. അപ്പൊ ഈ ഖാലിഖായ റബ്ബിൽ നിന്ന് മഖ്ലൂക്കിലേക്ക് രണ്ട് വഴിയെ കാര്യങ്ങൾ വിട്ടെടുക്കും. ഒന്നിരിക്കൽ റഹ്മത്തായി വിട്ടെടുക്കും, അല്ലെങ്കിൽ നിഖ്മത്തായി ശിക്ഷയായി വിട്ടെടുക്കും. ഇനി മൂന്നാമത്തെ എന്താ? അതിൽ റഹ്മത്ത് മുഴുവനും അങ്ങ് മധ്യവർത്തിയാണ്. അപ്പോ അത് തീരുമാനമായി. നിഖ്മത്തോ? നിഖ്മത്ത് നിനക്ക് നിഖ്മത്താണെങ്കിലും സമൂഹത്തിന് റഹ്മത്തായിരിക്കും. അപ്പോൾ നബി മധ്യവർത്തിയാണ്. നിനക്ക് ശിക്ഷ ലഭിച്ചു, ആ ശിക്ഷ നിനക്ക് കിട്ടേണ്ടതേ കിട്ടൂ. ആ ശിക്ഷ നിനക്ക് കിട്ടൽ സമൂഹത്തിന് റഹ്മത്ത, ഇല്ലെങ്കിൽ വീണ്ടും നിന്നിൽ നാപത്തുണ്ടാവും. അപ്പൊ റഹ്മത്ത് മൊത്തം മധ്യവർത്തി നബിയാണ്. ഇനി ഒരു മനുഷ്യന് ശിക്ഷയാണ് ലഭിക്കുന്നതെങ്കിൽ ആ ശിക്ഷ അയാൾക്ക് മാത്രമാണ് ശിക്ഷയാവുന്നത്. സമൂഹത്തിന് അതെന്തായിരിക്കും? ഒരു കള്ളനെ പോലീസ് പിടിക്കുന്നത് കള്ളന് ശിക്ഷ, നാട്ടുകാർക്കോ എന്താണ്? രാവിലെ അങ്ങോട്ട് ഒരു അന്തമില്ലാതെ വന്നെടുക്കിയിരിക്കുക. ഒരു കള്ളനെ പോലീസ് പിടിച്ചു, കള്ളൻ അത് ശിക്ഷയാണ്, നാട്ടുകാർക്കോ റഹ്മത്തല്ലേ? അപ്പൊ റഹ്മത്ത് മുഴുവനും മധ്യവർത്തി നബിയാണ്. അപ്പോൾ നിനക്ക് കിട്ടിയ റഹ്മത്ത് എല്ലാം കാരണക്കാരൻ നബിയാണ്. രണ്ട്, നിനക്കിനി ശിക്ഷ കിട്ടിയെന്ന് സങ്കല്പിക്ക്. ആ ശിക്ഷയും നിനക്ക് മാത്രമേ ശിക്ഷയാവുന്നുള്ളൂ, നാട്ടുകാർക്ക് അതെന്താ? അവിടെ മധ്യവർത്തി നബിയാണ്. ഇനി നിനക്ക് കിട്ടിയ ശിക്ഷ അത് നിനക്കും റഹ്മത്താണ്. ഒന്നടിക്ക് പോയാൽ തൽക്കാലമാണ് നിനക്കത് ശിക്ഷയായി തോന്നുന്നത്, അടിസ്ഥാനപരമായി നിനക്ക് റഹ്മത്താണ്. നിന്നെ നന്നാക്കിയെടുക്കലാണ് റബ്ബിന്റെ ലക്ഷ്യം. അവിടെയും മധ്യവർത്തി ആരാണ്? നബിയാണ്. നബി മധ്യവർത്തി. എല്ലാം ഏതൊരു ശിക്ഷയും നമ്മൾ നോക്കൂ, ഏതൊരു ശിക്ഷ നമ്മൾ നികുതി പണത്തിൽ നിന്നല്ലേ നമ്മളെ ഉപദ്രവിക്കാനുള്ള ജയിലുണ്ടാക്കണത്? അല്ലോ നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി കൊണ്ടുവന്ന പൈസ കൊണ്ടാ ജയിലുണ്ടാക്കി? പഠിച്ചോനെ അല്ലാ. എടോ, നമ്മുടെ നികുതി പണം കൊണ്ടുണ്ടാക്കുന്നതാണ് സ്കൂളും ആശുപത്രിയും കെട്ടിടവും റോഡും തോടും ഒക്കെ എങ്കിൽ എല്ലാ കുളവും എല്ലാം 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 ഇതൊക്കെ ഉണ്ടാക്കിയതെങ്കിൽ നമ്മളെ നികുതി പണത്തിൽ നിന്നാണെങ്കിൽ ജയിലുണ്ടാക്കിയതും നമ്മളെ നികുതി പണത്തിൽ തന്നെയല്ലേ? നമ്മളെ നികുതി പണത്തിൽ നിന്ന് നമ്മളെ ഉപദ്രവിക്കാൻ ഉപയോഗപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട്? അതും ആത്യന്തികമായി ആലോചിച്ചാൽ നമുക്ക് എന്താണ്? റഹ്മത്താണ്. ഒരു രാജ്യത്ത് പിന്നെ ജയിലുണ്ടായിട്ടില്ലെങ്കിൽ അവസ്ഥ ഉണ്ടാവും. അപ്പൊ ജയിലുണ്ടാക്കി എന്നതുകൊണ്ട് ക്രൂരമായ സർക്കാർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട്? സമൂഹത്തിന്റെ നന്മക്ക് ആവശ്യമാണ് എന്തും. ജയിലും ഇല്ലെങ്കിൽ ഈ കാണുന്ന വ്യവസ്ഥയൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഈ വ്യവസ്ഥകളില്ലാതെയാവും. മനുഷ്യനെ ലക്കും ലഗാനുകെടും. മനസ്സിലാണോ പറഞ്ഞേ? വളരെ ചിന്തിക്കണം. അപ്പൊ ആലമീൻ എന്ന വാക്കിനെ നമ്മൾ അങ്ങോട്ട് ആഴത്തിൽ ആലോചിച്ച് നോക്കിയാൽ അതിന്റെ പരിധിയിലല്ലാത്ത ഒന്നുമില്ല. എന്തും ഇപ്പൊ നിങ്ങൾ സ്വർഗം റഹ്മത്താന്ന് ആലോചിക്കണില്ലേ? നരകം റഹ്മത്തായിരിക്കും. ശിക്ഷ അതൊരു സമൂഹത്തിന്റെ രക്ഷയാണ്. ഇനിയോ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം അതും റഹ്മത്തായി ഭവിച്ചേക്കാം. നമുക്ക് വിവരമില്ല. ഇല്ല ഖലീല, വളരെ കുറഞ്ഞ വിവരമേ നിങ്ങൾക്കുള്ളൂ. ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അതൊക്കെ ചിലപ്പോൾ അല്ലാഹു അഅലം ഒരു ദിവസം അതൊക്കെ അല്ലാഹു തആല പൂട്ടി കിട്ടി ഇതിലച്ച് ഞാൻ ഭാഗത്തുക്കുന്നവരും പോകണ്ട, എല്ലാവരും അങ്ങനെയും പറയാൻ ആര് യോഗ്യനാണ്? അല്ലാഹു. ഇബ്ലീസിന് സ്വർഗം കൊടുക്കാനും അല്ലാഹു യോഗ്യനാണ്. ഇബ്ലീസ് സ്വർഗം എനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലെത്തുമെന്ന് നബി പറയുന്നത് ഹദീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രതീക്ഷയിലെത്തും. ഒന്നാം ദിവസം തന്നെ, അന്ന് നരകം തുടങ്ങിയിട്ടില്ല, അപ്പോഴത്തേന് ഇബ്ലീസിന് എന്ത് വരാൻ തുടങ്ങും? പ്രതീക്ഷ. ഇപ്പൊക്കെ ഇബ്ലീസ് നിരാശയില്ല.
മഹ്ശർ തുടങ്ങിയ ആളുകളെ സ്വർഗത്തിലും നരകത്തിലും ആക്കിയിട്ട് കണ്ടമാനം നന്മ ചെയ്യാത്ത ആളുകളെ വരെ അള്ളാഹ് സ്വർഗത്തിലാക്കും. അപ്പോൾ ഇബ്ലീസിനൊരു പ്രതീക്ഷ വരും, മിക്കവാറും കഴിച്ചിലാവും. അങ്ങനെ വരണമെങ്കിൽ എവിടെ എത്തണം? അതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. എനിക്കറിയില്ല ഇബ്ലീസ് സ്വർഗത്തിലാന്ന് റഹ്മത്തുള്ള പറഞ്ഞു എന്ന് പറയണ്ട, അല്ല എന്നും പറയണ്ട. എനിക്കറിയില്ല, എൻ്റെ റബ്ബ് അത്രയും റഹ്മാനാണ്. ഇബ്ലീസ് നരകത്ത് കിടക്കൂല നീ പറഞ്ഞ അർത്ഥമില്ല. അപ്പൊ പിന്നെ ഖാലിദീന ഫിയ എന്ന വാക്കിന്റെ അർത്ഥം എനിക്കറിയൂല, എനിക്ക് ഹുലൂദിന്റെ അർത്ഥം അറിയില്ല, അറിയേയില്ല. സത്യം പറയാണ്, ഹുലൂദിന്റെ അർത്ഥം അറിയുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാകാം, പിന്നെ ചിലർ പറഞ്ഞു തരൂല, എനിക്കതറിയില്ല, അറിയോ ഇല്ല, എനിക്കറിയില്ല. മലയാളം അറിയും, അതർത്ഥമല്ല, ശാശ്വതമായ എന്നർത്ഥം എന്നറിയില്ല, അതിന് തിരിയലുണ്ട്, എനിക്കറിയില്ല. അല്ലാഹുവായാലും ഒന്നും അറിയില്ല. അപ്പൊ നമ്മളിപ്പോ ഇബ്ലീസിന് പ്രതീക്ഷ വരുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? എനിക്കും അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുമോ എന്ന പ്രതീക്ഷ ആർക്ക് വരും? ഞാൻ പറഞ്ഞുതരാം. അവരും പിന്നെ എന്താ 1 മണിയായ പഞ്ചായത്ത് ഓഫീസിലെ അല്ലെങ്കിൽ എന്താ പറയുക KSEBിയിലെ ഉദ്യോഗസ്ഥന്മാർ ബില്ല് വാങ്ങണത് നിർത്തി ഒരു ചോറുന്നാൻ പോകും എന്ന്. അല്ല ആശുപത്രി 1 മണി വരെ ഡോക്ടർ നോക്കൂ, നിങ്ങൾ സർക്കാർ ആശുപത്രിൻ്റെ ക്യൂവിലാണ്. അപ്പോൾ ക്യൂ നിങ്ങൾ 12:30 എത്തുന്ന സമയത്ത് 12:30-12:45 1 മണിക്ക് കൗണ്ടർ അവിടെ വെച്ചിട്ട് അവർ പോകും. പിന്നെ അവർ വന്നെങ്കിൽ വന്ന് നിങ്ങൾക്ക് ഇന്നത്തെ നിങ്ങൾ നോക്കൂല. അപ്പം നിങ്ങൾ വന്ന് നോക്കുമ്പോൾ ഒരു 50 ആൾ പിന്നെയും 12:45 നിങ്ങളെ മുന്നിൽ 50 ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടോ? എന്തോ ഒരു കൗമ പറ 12:45 1 മണി വരെ നോക്കൂ. 1 മണിയായ അവിടെ കൗണ്ടർ അടക്കുന്നുണ്ടോ? സർക്കാർ ഡോക്ടറാണ്, ഒന്നുമില്ല, അയാൾ പോവും. അയാൾക്ക് ഇനി വേറെ ക്ലിനിക്കും ഉണ്ടാവും. 1 മണി വരെ എന്ന് വെക്കി. അയാൾ രാവിലെ 9 മണിക്ക് ഇരിക്കണം തുടങ്ങിയതാണ്. സർക്കാർ നിയമമുണ്ട്, ഇയാൾ 9 മണിക്ക് പോയിക്കോട്ടെ. പിന്നെ ഞങ്ങൾ OP ഡോക്ടറെ പോയി കാണേണ്ടി വരും. മനസ്സിലായാലും സ്പെഷ്യലിസ്റ്റ് നോക്കുന്ന സമയം അത്രയേ ഉള്ളൂ. പിന്നെ OPയിലെ ജനറലിലെ ഡോക്ടറെ കാണേണ്ടി വരും. നിങ്ങൾ ചെന്നപ്പോഴോ എന്നപ്പോൾ നിങ്ങളെ വാപ്പിയും ചെന്നപ്പോൾ 12:45 നിങ്ങളെ മുന്നിൽ 50 ആളുണ്ട്. ഒരാളെ ഓരോരുത്തരും അരിച്ചു പെറുക്കി നോക്കുന്ന ഡോക്ടറുമാണിത്. എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അവിടെ എന്തില്ല, പ്രതീക്ഷയില്ല. നിങ്ങളെ മുന്നിൽ 2 ആളെ ഉള്ളെങ്കിലോ, നിങ്ങളെ മുന്നിൽ 1 ആളെ ഉള്ളെങ്കിലോ അവിടെ നിങ്ങൾ പ്രതീക്ഷ ഉണ്ട്. അപ്പോഴല്ലേ പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. ഞാൻ സമക്കി റഹ്മത്തിന്റെ വാതിൽ അല്ലാഹു തുറക്കുമ്പോൾ കണ്ടോരെ മുഴുവൻ സ്വർഗത്തിൽ വെച്ചു. അപ്പോൾ പ്രതീക്ഷ വരും ആർക്ക്? ഇബ്ലീസിന്. അവനാരാ? നിരാശ ബാധിച്ചവൻ. പക്ഷെ അവിടുത്തെ ചെറിയൊരു നിരാശ അവനില്ലാതെ അവൻ ആശയിലേക്ക് വരും. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റഹ്മത്ത് അത്ര വലുതാണ്. ഇന്ന് ഈ അള്ളാഹുവിനെ കുറ്റം പറഞ്ഞ നിരീശ്വരവാദി, അതൊരു പരീക്ഷണമാണ്. അള്ളാഹു ശിക്ഷിക്കുന്നവനാണ്, അതൊരു പരീക്ഷണം. എന്നാൽ അള്ളാഹു ശിക്ഷിക്കുന്നവനല്ലേ? തീർച്ചയായും ശിക്ഷിക്കാലോ. പക്ഷെ അതിൻ്റെ ഒന്നും അർത്ഥം സത്യത്തിൽ നമുക്ക് അറിയൂല, ഒന്നും അറിയൂല. ഒന്നും അറിയൂല. ഞാൻ അറിയുന്നതിനൊക്കെ അപ്പുറത്താണ് കാര്യങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ചില ഹദീസുകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. ഉദാഹരണം പറയാം, സ്വർഗത്തിൽ കൃഷിക്കാരൻ വന്നാൽ അല്ലാഹു തആല കൃഷി ചെയ്യാൻ സമ്മതം കൊടുക്കും. അതിനാൽ കൃഷി എന്താണ് അയാൾക്ക് കൃഷി, ആ കൃഷി ചെയ്യാൻ അല്ലാഹു കൊടുക്കും. അങ്ങനെ അയാൾ ഇതൊക്കെ കൂട്ടും. അപ്പം എൻ്റെ ഒരു ഡൗട്ട്, എന്തിനാ പത്തിരടങ്ങാറായി? എന്ത് ഉണ്ടാകും? ഉണ്ടാവും. ചോറ് വേണമെങ്കിൽ ചോറ്, കഞ്ഞിയാണ് കഞ്ഞി, ഗോതമ്പ് ഉണ്ട നെയ്യപ്പം എന്ന് ചോദിച്ചിട്ട് വേണം ഉണ്ണിയപ്പം വരൂല. നമ്മൾ നെയ്യപ്പം അത് ചോദിച്ചു, പീടിയിൽ നിന്ന് ചായ കുടിച്ചു. അപ്പോൾ എന്താ കൊണ്ട് ചോദിച്ചു? നെയ്യപ്പുണ്ട്, ഉണ്ണിയപ്പുണ്ട്, അതുണ്ട്, ഇതുണ്ട്. നെയ്യപ്പം തന്നു, പിന്നെ ഉണ്ണിയപ്പം കൊണ്ടുവരുന്നുണ്ട്. എന്ത്? അപ്പം ചെറിയ സൈക്കിൾ വന്ന് വീണ ഒരു കളി. എന്ത്? നെയ്യപ്പം കഴിഞ്ഞു, ഉണ്ണിയപ്പം.
കയറി മസാല ദോശ. അപ്പോൾ 10 ആൾക്ക് മസാല ദോശ പറഞ്ഞു. അങ്ങനെ 10 ആൾ മസാല ദോശ ഇങ്ങനെ ഇരിക്കുമ്പം മസാല ദോശ ഇങ്ങനെ കൊടുത്ത് എല്ലാവർക്കും നമ്മളിങ്ങനെ കൊടുത്തു. അപ്പോൾ നമുക്ക് ആ മസാല ദോശൻ്റെ മസാലയും അതിൻ്റെ ഉള്ളൊക്കെ കാണുമ്പോൾ നമുക്ക് പൂതിയായി. പിന്നെ 5-6 ആളുകളെ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നെയ്റോസ്റ്റും കൊണ്ടാണ്. എൻ്റെ മസാല കഴിഞ്ഞു. ഇതെവിടെ ഇല്ല. സ്വർഗത്തിൽ മസാല ദോശ ആയാൽ നെയ്റോസ്റ്റ് കിട്ടൂല. മസാല ദോശ സ്വർഗത്തിൽ നെയ്യപ്പം ചോദിച്ചാൽ ഉണ്ണിയപ്പം കിട്ടൂല. അങ്ങനത്തെ സ്വർഗത്തിൽ എന്തിനാ കൃഷിയാണ്? പിന്നെ ആ നെല്ലൊക്കെ എന്താക്കണ പഠിച്ചവനെ കാട്ടുക. അയാൾ വിചാരിക്കുന്ന അത്രയാണ്, അതിനേക്കാളും എന്താ ഉണ്ടാവുക വിളവ്. എന്നിട്ട് എന്താക്കണ്, എങ്ങനെ കൊയ്യണ്? കൊയ്യറിയുമ്പോൾ അത് രസമല്ലല്ലോ. ഞങ്ങൾ കൊയ്യും വയലുകളെല്ലാം ഞങ്ങൾ തന്നെ പൈക്കിളിയാന്ന് മതി. കൊയ്യ അത് രസമല്ലേ? അതൊന്നുമില്ലല്ലോ. എനിക്കത് മനസ്സിലാവണില്ല. ഞാൻ അതൊക്കെ അങ്ങനെ ആയിരിക്കാം. എന്താണ് അത് നമുക്കറിയില്ല. എനിക്കും നിങ്ങൾക്കൊരു പേവുണ്ട്. എന്ത്? അത് കുരങ്ങിൻ്റെ പേവാണ്. കുരങ്ങ് വിചാരിക്കുന്നത് ഏറ്റവും വലിയ വിളവ് ഞാനാന്നാണ്. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് വിവരം തന്നെയല്ല എന്ന് ഖുർആൻ പറഞ്ഞ് നമ്മൾ ആലോചിച്ചില്ല. നിങ്ങൾക്ക് വിവരം തന്നെയല്ല. ഇല്ലാ ഖലീല, വളരെ കുറഞ്ഞതല്ലാത്തൊരു വിവരവും നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടേ ഇല്ല. നമുക്ക് വിവരം തന്നെ. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് എന്ത് വിവരമുണ്ട്, അത് നമുക്കറിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലും നമ്മളും തമ്മിൽ ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ റസൂലും ഈ കാണുന്ന സഖ്യപർവ്വം തമ്മിൽ ബന്ധമുണ്ട്. അതെങ്ങനെ? അറിയില്ല. ഉണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അള്ളാഹുവിന്റെ റസൂലും ആ കാണുന്ന ബഹറും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ റസൂലും ഹിമാലയ പർവ്വം തമ്മിൽ ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ റസൂലും ഭൂമിയും തമ്മിൽ തീർച്ചയായും ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ റസൂലും ആകാശവും തമ്മിൽ ബന്ധമുണ്ട്. പരമാണു മുതൽ പരമാണ്ട കടാഹം വരെ നബിയുമായി ബന്ധമുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ. അതെങ്ങനെ? അത് നമുക്കറിയില്ല. ബാപ്പയായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാൻ കഴിയും. അതിൽ നിരീശ്വരവാദി ഇല്ല. ഇപ്പോഴത്തെ നിരീശ്വരവാദികൾ, ഏകദേശം നിരീശ്വരവാദികൾക്കൊക്കെ മക്കളുണ്ട്. അത് അച്ഛനെ അവരും നിഷേധിക്കൂല, അവർ മക്കളെ നിഷേധിക്കൂല. അതേ സമയത്ത് അതെന്തുകൊണ്ട്? അതിതാണ്. അതേ സമയത്ത് അവർക്ക് വിചിത്രമായി തോന്നാണ് ബന്ധം, കാണാത്തൊരു ബന്ധം. അതാണ് ഈമാന്. ബന്ധം കാണാത്ത ബന്ധത്തെ ഉൾക്കൊള്ളുക. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ബന്ധം കാണാത്തൊരു ബന്ധം, ബന്ധം കാണാത്ത ഒരു ബന്ധം, അതാ മുഅ്മിനീങ്ങൾ. അതിന്റെ ലാഭാണ് സ്വർഗം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കണം, ഇതൊക്കെ തന്നെ കൊടുത്ത് ചിന്തിക്കണം. അപ്പൊ ഇനി തകാമല ഫീഹിൽ ഹുസ്നു. ഗുണം പൂർത്തിയായ ആളാണ് മുഹമ്മദ് മുസ്തഫ. എല്ലാവർക്കും ആ നബിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഗൈബൻ അദൃശ്യത്തിലും വമഷ്ഹദൻ ദൃശ്യത്തിലും. ആരോടും നബി ഇവിടെ നിങ്ങളെ മുന്നിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുന്നിൽ എന്തിനും നബി ഒരു ബന്ധം പൂർത്തിയാക്കിയിട്ടുണ്ട്. തകമല ഫീഹിൽ ഹുസ്നു ഗൈബൻ വമഷ്ഹദൻ. അദൃശ്യത്തിലും ദൃശ്യത്തിലും ഗുണം പൂർത്തിയായ ആളാണ് മുഹമ്മദ് മുസ്തഫ. അതായത് നബിയും നമ്മളും തമ്മിൽ 1400 കൊല്ലത്തെ അകലമുണ്ടെന്നോ, നബിയും ഒരു വ്യക്തിയും തമ്മിൽ 10,000 കിലോമീറ്ററിന്റെ അകലമുണ്ടെന്നോ വ്യത്യാസമില്ല. തക്കാമല ആ മനുഷ്യന് കിട്ടിയ ഗുണത്തിന്റെ പൂർണ്ണതയും നബിയിൽ നിന്നാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലൈസ കതാഹൽ മുസ്തഫ. മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഇല്ല. ഇൻദ മഷ്ഹദി ഹുദൂറിൽ പോലും ഒരാൾ വേറെയില്ല. അതായത് സാന്നിധ്യത്തിൽ നിങ്ങൾ കാണുന്ന വ്യക്തിയിൽപ്പെട്ട ഒരു വ്യക്തി പോലും നബിയെപ്പോലത്തെ ഒരു ഗുണം ആർക്കും ചെയ്തിട്ടില്ല. അതായത് നിങ്ങളെ സാന്നിധ്യത്തിൽ നിങ്ങളെ ഭാര്യയുണ്ട്, ആ ഭാര്യ നബിയും നിങ്ങളെ ഭർത്താവുണ്ട്. നബിയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ ഭർത്താവിനെ ഒഴിവാക്കണം. നബിയും ഭാര്യയും തമ്മിൽ പിണങ്ങിയാൽ ഭാര്യ ഒഴിവാക്കണം. നബിയും ബാപ്പയും തമ്മിൽ പിണങ്ങിയാൽ ബാപ്പനെ ഒഴിവാക്കും. നബിയും ഉമ്മയും തമ്മിൽ പിണങ്ങിയാൽ ഉമ്മനെ ഒഴിവാക്കും. നബിയും കൂട്ടുകാരൻ തമ്മിൽ പിണങ്ങിയാൽ കൂട്ടുകാരൻ ഒഴിവാക്കും. കാരണം ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരാളാണ് ആര്? റസൂലുള്ളാഹി. വേറെ ആരും ഇല്ല. ആ ആളാണ് നമുക്ക് പൂർത്തിയായ ഗുണം തന്നിട്ടുള്ളത്. മറ്റവരൊക്കെ ഉണ്ടായപ്പോൾ വന്നതാണ്. ഇത് പഠിക്കണം. അതുകൊണ്ടാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒരാൾക്ക് അയാളെക്കാളും പ്രധാന നബിയാണ്. എന്തുകൊണ്ട്? അയാൾക്ക്
പോലും അയാൾക്ക് വേണ്ടി നബി ചെയ്ത ഉപകാരം ചെയ്തിട്ടില്ല.